നമസ്കാരം. നമസ്കാരം മാഷേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു പിക്ചർ തന്നിരുന്നു ഇന്ന് ഡിസ്കഷന് വേണ്ടി. പക്ഷെ അതിന് മുമ്പ് ഒരു നോട്ട്സ് പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ആദ്യം ആ നോട്ട്സ് പെൻഡിങ് തീർക്കാം. അത് കഴിഞ്ഞിട്ട് പിക്ചറിന്റെ അനാലിസിസിലേക്ക് വരാം. അപ്പോൾ അതിൽ കൈയെക്കുറിച്ചുള്ളൊരു പഠനത്തിന്റെ നോട്ട്സാണ് കിട്ടാതെ പോയെന്ന് പറഞ്ഞു. അതാദ്യം എഴുതുക. ഹസ്തം. മനുഷ്യ ഹസ്തത്തെ ഏഴായി തരംതിരിക്കാം. ഒന്ന്, ചതുരഹസ്തം. സ്ക്വയർ ഹാൻഡ് എന്നും പറയാം. സ്ക്വയർ ഹാൻഡ്. കൈത്തലം, വിരലുകൾ, നഖങ്ങൾ, എന്നിവ ചതുരാകൃതിയിലായിരിക്കും. ചതുരാകൃതിയിലായിരിക്കും. കൈത്തലം മാർദ്ദവും പരിപരിപ്പ് ഇല്ലാത്തതും ആയിരിക്കും. മാർദ്ദം കുറഞ്ഞത്. കൈത്തലം മാർദ്ദവം കുറഞ്ഞതും പരിപരിപ്പ് റഫ്നെസ്, പരിപരിപ്പ് എന്ന് വെച്ചാൽ റഫ്നെസ് ഇല്ലാത്തതുമാണ്. നീതി, ധർമ്മം, ഉത്തരവാദിത്വ ബോധം, ശാന്ത സ്വഭാവം, ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. വക്കീൽ, അധ്യാപകർ, എഞ്ചിനീയർ, ജഡ്ജ്, വ്യവസായി, അഭിനേതാവ്, എഴുത്തുകാർ. ഇത്രയാണ് ആ വിഭാഗത്തിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാർ. 2, ചട്ടുകാകൃതി. ചട്ടുകാകൃതി. കരണ്ടിക്കൈ എന്നും പറയും. ചട്ടുക ആകൃതി അല്ലെങ്കിൽ കരണ്ടിക്കൈ. സ്പാച്ചുലേറ്റഡ് എന്ന് പറയും. SPA, സ്പാച്ചുലേറ്റഡ്. SPATULATED, സ്പാച്ചുലേറ്റഡ്. മണിബന്ധവും പാണീതലവും കൂടിച്ചേരുന്ന ഭാഗം. വീതിയും കനവും കൂടിയിരിക്കും. അല്ലെങ്കിൽ വിരലുകളും കൈത്തലവുമായി കൂടിച്ചേരുന്ന ഭാഗം വീതിയേറിയിരിക്കും.
പെരുവിരൽ മുഴച്ചതും പെരുവിരൽ മുഴക്കില്ലല്ലോ, നീണ്ട പെരുവിരലും മുഴച്ച വിരൽ സന്ധികളുമായിരിക്കും. മുഴച്ച വിരൽ സന്ധികൾ. ഉള്ളംകൈ മാംസളവും ബലശൂന്യവുമായിരിക്കും. ഇക്കൂട്ടർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുകയില്ല. ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർ, തുടങ്ങിയവർ. എപ്പോഴും ക്രിയേറ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ എന്ന് ഒറ്റവാക്കിൽ പറയാം. എപ്പോഴും ക്രിയേറ്റീവായി എന്തെങ്കിലും ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, ക്രിയേറ്റീവായി ചെയ്യുന്ന ആൾക്കാർ എന്ന് നമുക്ക് എടുക്കാം. അടുത്ത 3, അധമഹസ്തം. ആദിമഹസ്തം എന്ന് പറയാം. അധമഹസ്തം അല്ലെങ്കിൽ ആദിമഹസ്തം. പരുപരുത്തതും കുറുകിയെന്ന് പറഞ്ഞാൽ ചെറുത്. പരുപരുത്തതും കുറുകിയതും കനം കൂടിയതുമായ കൈത്തലം, തടിച്ച് നീളം കുറഞ്ഞ് മാംസളമായ വിരലുകൾ, നീളം കുറഞ്ഞ നഖങ്ങൾ. കൗശലക്കാരൻ, ചിന്താരഹിതൻ, കഠിനാധ്വാനി, വിദ്യാരഹിതൻ. വിദ്യാഭ്യാസം ഉണ്ടാകില്ല, ഒരു തൊഴിലും അറിയില്ല. കുറ്റകൃത്യം ചെയ്യാൻ മടിക്കാത്തവൻ. ഇതൊക്കെ ആയിരിക്കും അവരുടെ ലക്ഷണങ്ങൾ. അതായത് ഈ ജോലി ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അത്ര തന്നെ. കഠിനമായി ജോലി ചെയ്യുക, ആവശ്യം പോലെ കഴിക്കുക, സുഖമായി കിടന്നുറങ്ങുക. പഠിത്തത്തോടോ കലയോടോ അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും, കളികളോടോ ഒന്നും ഒരു താല്പര്യവും അവർക്കുണ്ടായിരിക്കില്ല. സ്വാത്വികം, 4-ാമത്തേത്. ദാർശനിക ഹസ്തം എന്ന് പേരുണ്ട്. സ്വാത്വികത്തിന് ദാർശനിക ഹസ്തം എന്ന പേരുമുണ്ട്.
കൈത്തലം വീതിയേറി മനോഹരമായ മണിബന്ധത്തോട് ചേർന്നത്. നീണ്ട പെരുവിരലും മുഴ രൂപത്തിലുള്ള വിരൽ സന്ധികളുമായിരിക്കും. നഖങ്ങൾക്കും നീളമുണ്ടായിരിക്കും. ചികിത്സാ പ്രേമികൾ ഇതിഹാസ തൽപരർ, രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ളവർ, മനോനിയന്ത്രണമുള്ളവർ, ഭൗതിക ജീവിതത്തെക്കാൾ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകും. ധനസമ്പാദനത്തിന് കഴിയുകയില്ല. കൂർത്ത ഹസ്തം, കൂർത്തഹസ്തം, അതിന് പോയിന്റഡ് ഹാൻഡ് എന്ന് പറയും. പോയിന്റഡ് ഹാൻഡ്. സ്തൂപികാഗ്രഹം എന്നും പറയും. സ്തൂപികാഹസ്തം. കൈത്തലം വലുത്, വിരലുകൾ കോണാകൃതി, കൈത്തലം വലുത്, വിരലുകൾ കോണാകൃതി, നഖങ്ങൾ നീണ്ടതും കൂർത്തതുമായിരിക്കും. കനം കുറഞ്ഞ ഉള്ളംകൈ, മാർദ്ദവമുള്ളതായിരിക്കും. ശുഭ്രവസ്ത്രധാരി. ദാനധർമാദികൾ ധർമാദികളിൽ ധനസമ്പാദനം,
എന്നിവയിൽ താല്പര്യമുണ്ടാകുകയില്ല. അവസരത്തിനൊത്ത് ജീവിക്കും. മാനസിക ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിയാത്തവരായിരിക്കും. അഗാധമായ ചിന്ത, കൽപ്പനാശക്തി, മതനിഷ്ഠ, ആദർശപ്രേമം, എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ്. അടുത്ത ആത്മീയ ഹസ്തം. ആത്മീയ ഹസ്തം പിന്നെ കോണിക് ഹാൻഡ് എന്നും പറയും. ആത്മീയ ഹസ്തത്തെ കോണിക് ഹാൻഡ് എന്നും പറയും. മൃദുത്വമേറിയ മനോഹരവും വീതി കുറഞ്ഞതുമായ കൈത്തലം, ചെറിയ പെരുവിരൽ, അഗ്രം കൂർത്ത് തുമ്പിക്കൈ പോലുള്ള വിരലുകൾ. അഗ്രം കൂർത്ത് തുമ്പിക്കൈ പോലുള്ള വിരലുകൾ. ഈശ്വര വിശ്വാസി, കലാകാരൻ, ദേശാടന താല്പര്യമുള്ളയാൾ, രഹസ്യ വിദ്യകൾ പഠിക്കാൻ താല്പര്യമുള്ളയാൾ, ഏതു പ്രവൃത്തിയും നഷ്ടത്തിലേ തീരൂ എന്ന് വിശ്വസിക്കുന്നവരുമാണ്. ഏഴാമത്തേത് സമ്മിശ്രം, മിക്സഡ് ഹാൻഡ് എന്ന് പറയും. എല്ലാ ജാതി കൈകളുടെയും ആകെത്തുകയായിരിക്കും. വിരലഗ്രങ്ങൾ
വ്യത്യസ്തങ്ങളായിരിക്കും. വിരലഗ്രങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. വാസസ്ഥലവും പ്രവൃത്തിയും മാറിക്കൊണ്ടിരിക്കും. ഒരു പ്രവൃത്തിയും പൂർത്തീകരിക്കുകയില്ല. ധാരാളം അറിവുകൾ നേടും. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് നോട്ട്സിൽ പെൻഡിങ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു കൈ ഞാൻ അനലൈസ് ചെയ്തു. സാറേ വ്യാസരേഖയുടെ നോട്ട് കൂടി വേണം. വ്യാസരേഖ തന്നില്ലേ? ഇല്ല പറഞ്ഞായിരുന്നു, പക്ഷെ നോട്ട് കിട്ടിയില്ലായിരുന്നു. ഒന്ന് ഓർമ്മിച്ചൊക്കെ ഞാൻ എഴുതിയെന്നാ എനിക്ക് തോന്നുന്നേ. ഞാൻ കഴിഞ്ഞ ക്ലാസ് ചോദിച്ചപ്പോ എഴുതിയെന്ന് പറഞ്ഞു. താങ്കൾ തന്നെ പറഞ്ഞതാ എനിക്ക് തോന്നുന്നേ. ഇല്ല, അത് പറഞ്ഞു തന്നു, പക്ഷെ എഴുതിയിട്ടില്ലായിരുന്നു. ഓക്കെ, അതിനിപ്പോ നമുക്ക് തർക്കം വേണ്ട, നമുക്ക് എഴുതാമല്ലോ. വ്യാസരേഖ എഴുതിക്കോളൂ. അപൂർവം കൈകളിൽ ഹൃദയരേഖയ്ക്കും ശിരോരേഖയ്ക്കും പകരമായി കാണുന്ന ഒരു രേഖയാണ്, ഒറ്റ രേഖയാണ് വ്യാസരേഖ. ജീവിതത്തിൽ തനതായ വ്യക്തിത്വം നിലനിർത്തും എന്നാണ് പറയുക. പിതാവിൻ്റെ ആഗ്രഹത്തെ അനുസരിക്കാത്തവനും സമൂഹത്തിൽ സ്ഥായിയായി എന്തെങ്കിലും ചെയ്യുന്നവനുമായിരിക്കും. ഈ രേഖയുള്ളവർക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതി കുറവായിരിക്കും. സഹാനുഭൂതി കുറവായിരിക്കും.
അത്രയും മതി. അതിനെ കുറിച്ചുള്ള ആ ഒരു വിശകലനത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. വേണമെങ്കിൽ പറയാം, ആവശ്യത്തിൽ കൂടുതൽ ധനം ആവശ്യമില്ലാതെ ധനം ചെലവഴിക്കുന്നവരാണെന്ന് കൂടി വേണമെങ്കിൽ പറയാം. അനാവശ്യമായി ധനം ചെലവഴിക്കുന്നവരായിരിക്കും. അനാവശ്യമായി ധനം ചെലവഴിക്കുന്നവരായിരിക്കും. ഓക്കെ. ശരി, നമുക്ക് ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു കൈ നിങ്ങൾക്ക് വേണ്ടി അനലൈസ് ചെയ്തിരുന്നു. അതിന് വ്യത്യസ്തമായൊരു കൈയാണിത്. പക്ഷെ നമ്മളവിടെ പറഞ്ഞ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും കണ്ടെത്താൻ കഴിയുന്നതാണ്. ആദ്യം നിങ്ങളുടെ ഒരു നിഗമനം വരട്ടെ. ക്ലാസ്സിൽ ഇരിക്കുന്നവർ നിങ്ങളുടെ നിഗമനങ്ങൾ പറയുക. എന്നിട്ട് ഞാനത് അതിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ നിഗമനം പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്ന് കൂടെ പറയണം. തുടങ്ങിക്കോളൂ. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ആയുസ്സും ഭാഗ്യവും ഒരുമിച്ച് മുന്നേറും. ആയുർരേഖയെന്ന് ഭാഗ്യരേഖ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ആലോചിച്ച് കാര്യകാരണ സഹിതം തീരുമാനിക്കുന്ന ആളാണ്. ആയുർരേഖയും ശിരോരേഖയും ചേർന്നിരിക്കുന്നു. പിന്നെ ആയുർരേഖയുടെ ആദ്യമേ ശൃംഖലിതമായതുകൊണ്ട് ബാല്യകാലം ദുരിതപൂർണമായിരിക്കും. മാതാവിന് ദുഃഖങ്ങൾ ഉണ്ടാവും. ഒന്ന് അല്പം നിർത്തി പറയണേ, മറ്റുള്ളവർ കൂടി അതൊന്ന് കേൾക്കാൻ വേണ്ടി. അതുകൊണ്ട് ആദ്യം ലക്ഷണം പറയുക, എന്നിട്ട് ഫലം പറയുക. ലക്ഷണം പറയുമ്പോൾ അവരവിടെ നോക്കും, നമ്മുടെ കൂടെ ഉള്ളവർ അവിടെ നോക്കും, എന്നിട്ട് ഫലം പറയുക. ആയുർരേഖയുടെ ആദ്യമേ ശൃംഖലിതമായി കാണുന്നു. അതെ. അതുകൊണ്ട് ബാല്യകാലം ദുരിതപൂർണമായിരിക്കും. മാതാവിന് ദുഃഖങ്ങൾ ഉണ്ടാവും. ആയുർരേഖയുടെ ശാഖ വ്യാഴമണ്ഡലത്തിലോട്ട് പോകുന്നു. അത് വരാൻ പോകുന്ന നേട്ടത്തെ, പ്രൊമോഷൻ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നു. കൈത്തല വരെയുള്ള ശിരോരേഖ കാണുന്നത് മാത്രം വിശ്വസിക്കുകയും കലഹപ്രിയനും ചെലവാളിയും ആയിരിക്കും. പിന്നെ ശിരോരേഖ ക്രമം വിട്ട് ചാഞ്ഞ ചന്ദ്രമണ്ഡലത്തിൽ വരുന്നത് കൊണ്ട് കലാകാരനാകാൻ സാധ്യതയുണ്ട്. ഹൃദയരേഖ ബുധനിൽ നിന്ന് തുടങ്ങി വ്യാഴത്തിൽ അവസാനിക്കുന്നു. അതുകൊണ്ട് ശാന്തരും. ഹൃദയരേഖ ബുധനിൽ നിന്ന് തുടങ്ങി വ്യാഴമണ്ഡലത്തിൽ അവസാനിക്കുന്നു. അപ്പോ ശാന്തരും സ്നേഹസമ്പന്നരും സത്യസന്ധനുമായിരിക്കും. ഹൃദയരേഖ വ്യാഴമണ്ഡലത്തിൽ 2 ശാഖ ഉണ്ട്. അതുകൊണ്ട് ഭാഗ്യവാനാണ്. 2 ശാഖ ഉണ്ടോ? ഒരു ചെറിയ അത് വ്യാഴനിൽ എത്തിയിട്ടില്ലല്ലോ. ശനിയിൽ വെച്ചല്ലേ ചെറിയൊരു ബ്രാഞ്ചിങ് വന്നിക്കുന്നേ. ബാക്കി നീണ്ടു പോകുന്നതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കിയേ, കുഴപ്പമൊന്നുമില്ല. അത് ശനി വന്നിട്ട് വ്യാഴനിൽ എത്തുന്നില്ല. വ്യാഴനിൽ വന്ന് 2 ശാഖയായാൽ ഭാഗ്യവാനാണ്. ഓ ശരി 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 ശരി. ശനി ഓക്കെ ഓക്കെ. എന്റെ ഇത് നോക്കി തെറ്റിപ്പോയി. ഇനി ജീവിതത്തിൽ ഇത് മറക്കൂലല്ലോ. ഞാൻ ഇപ്പൊ ഒരു അതുകൊണ്ട് ഇനി ജീവിതത്തിൽ ഇത് മറക്കും. ഇല്ല. ഓ, അത് ശനി മണ്ഡലത്തിൽ അവസാനിക്കും അല്ലേ? ഓക്കെ. ശരി ശരി. ഭാഗ്യരേഖ കൈത്തല മധ്യത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് ജീവിതത്തിന്റെ ആദ്യകാലം ദുരിതപൂർണമായിരിക്കും. ശുക്രമണ്ഡലം ഉയർന്നിരിക്കുന്നത് കൊണ്ട് കീഴ്വഴക്കങ്ങളെ മാനിക്കാത്തവരും അഹംഭാവികളും വിഷയാസക്തരുമായിരിക്കും.
ശുക്രമണ്ഡലം തൊടുത്തിരിക്കുന്നുണ്ട്. ശനിമണ്ഡലത്തിൽ നിന്നൊരു രേഖ കങ്കണ രേഖയിലോട്ട് വരുന്നത് കൊണ്ട് ഭൂമി ലാഭം ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. രവിമണ്ഡലത്തിൽ കാണുന്ന രേഖ ആ രേഖ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ രേഖ മുറിഞ്ഞു 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 കിടക്കുകയാണ് കേട്ടോ. ആണല്ലേ? ഓ ഇല്ലേ? ആ രേഖ ആണ് മുറിഞ്ഞു മുറിഞ്ഞിരിക്കുക. മുറിഞ്ഞു മുറിഞ്ഞു. പിന്നെ അതിന്റെ അഗ്രം അത്ര വലിയ ഷാർപ്പല്ല. അയാൾക്കൊരു മോഹമുണ്ട് മനസ്സിൽ. ഓ ശരി ശരി ശരി. മനസ്സിൽ മോഹമുണ്ട് ഒരു ഭൂമി വാങ്ങണമെന്ന്. പക്ഷെ ഉടനെ വരില്ല. കാരണം രേഖയുടെ അഗ്രം അത്ര ഷാർപ്പല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത പിന്നെ ചന്ദ്രമണ്ഡലത്തിൽ ഒരു ചെറിയൊരു രേഖ കാണുന്നതുകൊണ്ട് ഇൻഡ്യൂഷൻ ഒക്കെ ഉള്ള ആളാണ്. ചന്ദ്രമണ്ഡലത്തിൽ ചെറിയൊരു, അത് വലിയ ഇതല്ല നമ്മുടെ. അത് വേണ്ട, നമുക്ക് ആ രേഖ പൂർണ്ണമായിട്ട് പറഞ്ഞാൽ വില്ലാകൃതിയിൽ ആ രേഖ പൂർണ്ണമാകണം. അതില്ല അങ്ങനെയില്ല, ചെറിയൊരു ഇത് മാത്രമേ. വില്ലാകൃതിയിൽ ആ രേഖ പൂർണ്ണമായാലേ ഇൻഡ്യൂഷൻ ഉള്ള ആളെന്ന് പറയാൻ പറ്റൂ. ശരി 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 ശരി. ചുണ്ടുവിരലിനെ മോതിരവിരലിനേക്കാൾ നീളം കുറവുള്ളത് കൊണ്ട് സംശയം, അപകർഷതാബോധം ഒക്കെ ഉള്ള ആളാണ്. അതെ തന്നെ, അതെ. ചൂണ്ടുവിരലിന് മോതിരവിരലിനേക്കാൾ നീളം കുറവ്, അപകർഷതാബോധം, സംശയം, സൂത്രശാലി ഒക്കെ ആയിരിക്കും. പിന്നെ ചെറുവിരൽ മോതിരവിരലിന്റെ 1-ാം സന്ധിക്ക് താഴെ ഉള്ളതുകൊണ്ട് പരസഹായത്താൽ ഉന്നതിയിലെത്താൻ ചാൻസ് ഉണ്ട്. അതാ ശരിയാണ്, വളരെ ശരിയാണ്. ഒരു സംശയം കൂടി. പിന്നെ ഭാഗ്യരേഖ എന്നൊരു ശാഖ ബുധമണ്ഡലത്തിലോട്ട് പോകുന്നുണ്ട്. അത് എന്താണെന്ന് അറിയത്തില്ല. അത് യഥാർത്ഥത്തിൽ ഭാഗ്യരേഖ അല്ലേ. അത് ഒരു വളരെ കൺഫ്യൂഷൻ ഉള്ള ഒരു രേഖയാണ്. ഞാൻ പഠിക്കാനും ശ്രമിച്ചിട്ടില്ല. ഞാൻ പഠിക്കില്ല. ആരോഗ്യരേഖ എന്ന് പറയുന്ന ഒന്നാണ്. ആരോഗ്യരേഖ എന്ന് പറയുന്ന ഒന്നാണ്. ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാറുമില്ല. കാരണം അത് പഠിക്കുക അത് ബുദ്ധിമുട്ട് മാത്രമേ തരുന്നുള്ളൂ, വേറൊന്നുമല്ല. അപ്പൊ പഠിക്കുന്ന കുട്ടികളെ കൺഫ്യൂഷൻ എത്തിക്കായിരിക്കും. ഞാനും അതൊട്ട് ശ്രദ്ധിക്കാറില്ല. ഭാവിയിൽ നിങ്ങൾക്കത് ഒരു പൂർണ്ണതയിൽ എത്താൻ കഴിയുകയാണെങ്കിൽ ആയിക്കോട്ടെ. അതൊരു ആരോഗ്യരേഖ എന്നാണ് എടുക്കേണ്ടത്. അത്യാവശ്യം ഒക്കെ മനസ്സിലായി. സാറിന്റെ ക്ലാസ് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല കാര്യം. ശരി, നമുക്ക് പരിചയപ്പെടുത്തൽ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിലാവാം. ലാൽ മാഷും കൂടി ആക്റ്റീവായിട്ട് വരും. ആ സമയത്ത് നമുക്ക് പരിചയപ്പെടലാവാം. ശരി, അടുത്ത എന്തായാലും കൊള്ളാം കേട്ടോ. നന്നായി പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ശരി, അടുത്ത ആളാ. ആരുമില്ലേ? ജയൻ എസ്. ജയൻ ലൈനിലുണ്ടോ? മറുപടി പറയുകയും ചെയ്യാ. വിജയൻ കെ ഉണ്ടോ? റഷീദ് എസ്. വിജയൻ കെ. ഓക്കെ, ഉണ്ട് സാറേ. ഞാൻ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വർക്കിൽ തിരക്കുണ്ടായിരുന്നു. ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. ഓക്കെ, റഷീദ് എസ്. റഷീദ് ഇല്ല. കണ്ണൻ എ. കണ്ണനും ആൻസർ ചെയ്തില്ല. ഹലോ, പറയൂ കണ്ണ. ആരാ സാറേ? സജി. പറയൂ. കണ്ണൻ എന്നാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. നടുവിരൽ തടിച്ച് ഇരിക്കുന്നോണ്ട്. ഒരു സെക്കൻഡ് കണ്ണ, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യേ. ഒരു സെക്കൻഡ്. ഹലോ, പറഞ്ഞോ. ഞാൻ വീട്ടിലുണ്ട്.
ഓക്കെ, പറഞ്ഞോളൂ. ഹലോ ഹലോ ജയൻ ജയൻ എന്താ ജയൻ മിണ്ടുന്നില്ല? ജയ കണ്ണൻ എന്നാണ് എഴുതി കാണിച്ചേക്കുന്നത്. താങ്കൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് പിണങ്ങിയതാണോ? ഹലോ കണ്ണൻ. ഹലോ, കേൾക്കാമോ സാർ? പറയൂ. താങ്കൾക്ക് വെയിറ്റ് ചെയ്യാണ്. നടുവിരൽ തടിച്ചിരിക്കുന്നത് കൊണ്ടേ ചിന്താഭാരം ഈ സാധാരണഗതിയിലും കൂടുതൽ ചിന്തിക്കുന്ന ആളായിരിക്കും. പിന്നെ നടുവിരലിനും ചുണ്ടുവിരലിനും ഇടയിൽ വിടവ് ഉള്ളത് കൊണ്ടും ആലോചന ശക്തി കൂടുതലുള്ള ആളായിരിക്കും. പിന്നെ ബുധമണ്ഡലത്തിന്റെ അവിടെ വിവാഹരേഖ വളരെ ചെറുതായതുകൊണ്ട് പ്രണയവിവാഹം ആകാം. പിന്നെ അവിടെ പേര് ജയൻ അല്ലേ? അങ്ങനെയല്ലേ? അല്ല, കണ്ണൻ തന്നെ. കണ്ണ, അവിടെ ഒരു കാര്യം നമ്മൾ പറയുമ്പോ ഓക്കെ, കണ്ണന്റെ പ്രഡിക്ഷൻ ശരിയാണ്, അത് തെറ്റിയില്ല. പക്ഷെ ആ രേഖ പൂർണ്ണമായി കണ്ടാലേ പറയാവേ. വളരെ താരതമ്യേന ചെറുതായതുകൊണ്ട് പ്രഡിക്ഷൻ അത് ശരിയാണ്. താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ആ വ്യക്തിക്ക് അത് ശരിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ തന്ന അഡ്വൈസ് നമ്മൾ എപ്പോഴും രേഖ പൂർണ്ണമായി കണ്ടിട്ടേ പറയാവൂ. ഓക്കെ സാറേ, ഓക്കെ. ഇങ്ങനെ ഒരാളൊരു കൈ തന്നാൽ ആ വിവാഹത്തെ കുറിച്ച് പറയരുത്. കാരണം പൂർണ്ണമായി കാണാൻ പറ്റുന്നില്ലോ. താങ്കൾ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. ശരി, അടുത്ത് പറയും. ഈ ഹൃദയരേഖ ഈ ശൃംഖലയായിട്ട് പോകുന്ന പോലെ തോന്നുന്നോണ്ട് ഈ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും ഹൃദയരേഖ ശൃംഖലിതമല്ല കേട്ടോ. അല്ല, സ്പ്ലിറ്റ് പോയല്ല സാറേ. സ്പ്ലിറ്റ് പോലെ ഒന്നുണ്ട്. അതുകൊണ്ട് ഹൃദയ സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. ഓക്കെ, റൈറ്റ് ആണ്. അത് നമ്മളൊന്ന് വലുതാക്കി നോക്കിയാൽ, സ്ക്രീൻ ഒന്ന് വലുതാക്കി നോക്കിയാൽ അതിലെ ചില കാണാം, സാറ്റന്റെ താഴെയൊക്കെ ചില ഐലൻഡ്സ് പോലെയൊക്കെ ഉള്ള ചില സംഭവങ്ങളുണ്ട്. ഹൃദയ സംബന്ധം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ഭവിക്കുന്നതിൽ സാധ്യത. ഓക്കെ, അതും കൊള്ളാം. വ്യാഴമണ്ഡലത്തിൽ ഒരു കുരിശടയാളം തെളിഞ്ഞു വരുന്ന പോലെ നിൽക്കുന്നു. അത് വിവാഹശേഷമുള്ള അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്ന പോലെ വ്യാഴമണ്ഡലത്തിൽ ആയുർരേഖയുടെ മുകളിലായിട്ട് കാണുന്ന ലൈനാണ് ഉദ്ദേശിച്ചെങ്കിൽ നമുക്കത് കുരിശായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു തെളിഞ്ഞു വരുന്ന പോലെ എനിക്ക് മാത്രം തോന്നിയതായിരിക്കും. അല്ല, താങ്കൾക്കല്ല. ഞാൻ ഇപ്പൊ കുറച്ചുകൂടെ ഞാൻ എന്റെ ഇതിൽ ഞാൻ അതിനെ കുറച്ചൊരു ബോൾഡാക്കി നോക്കി. അത് ഒന്ന് ആയുർരേഖയിൽ നിന്ന് വ്യാഴമണ്ഡലത്തിലേക്ക് വരുന്ന ഒരു രേഖയാണ്. മറ്റൊന്ന് അതിനെ ക്രോസ് ചെയ്ത ഒരു രേഖയാണ്. ആയുർരേഖയുടെ ഒരു ബ്രാഞ്ചാണ്. എപ്പോഴും ഈ ചിഹ്നങ്ങൾ സ്വതന്ത്രമായി കിടക്കും. സ്വതന്ത്രമായി കിടക്കും എന്ന് വെച്ചാൽ മറ്റൊരു രേഖയായിട്ട് ബന്ധമില്ലാതെ അവരോട് കിടക്കും. അതുകൊണ്ട് അത് ക്രോസ് അല്ല. ഓക്കെ. ഭാഗ്യരേഖ ശനിമണ്ഡലത്തിലോട്ട് എത്തി നിൽക്കുന്നതുകൊണ്ട് ഒരു മധ്യവയസ്സ് കഴിഞ്ഞിട്ട് ഒരു സുഖം ലഭിക്കുന്ന ഒരാളായിരിക്കും, പുരോഗതിയൊക്കെ ഉള്ള. ശരി, വേറെ ഇത്രയൊക്കെ തന്നെ. ഡ്യൂട്ടിയില്ല. കണ്ണനും ഗണേഷ് കമ്പത്തും വളരെ നല്ലൊരു പ്രൊഫഷണലായി തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലാസ്സിൽ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും കാര്യമായിട്ട് നന്നായിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ ആശ്വാസകര കാര്യമാണ്. നിങ്ങൾ നന്നായി ചെയ്തു, നന്നായിരിക്കുന്നു, തെറ്റില്ലാതെ തന്നെ നിങ്ങൾ ചെയ്തു. അതിൽ ഗണേഷ് പറഞ്ഞ കാര്യങ്ങൾ ആണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ഗണേഷ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ശരി തന്നെയാണ്. അത് നിങ്ങളെല്ലാം കേട്ടതുമാണ്. ഇതില് ആ വിരലുകളെ കുറിച്ച് പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ. പക്ഷെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ കൈ തന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. ഈ മനുഷ്യന്റെ ശിരോരേഖ യഥാർത്ഥത്തിൽ ആദ്യത്തെ ശിരോരേഖ ആരംഭിച്ചിട്ട് ശനിയുടെ താഴെ വന്ന് അങ്ങ് തീർന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ എല്ലാവരും?
കണ്ടല്ലോ. വീണ്ടും ആയുർ രേഖയിൽ നിന്ന് ഒരു ശിരോരേഖ ആരംഭിച്ചു പോയി, അതിന് താഴെ നിന്ന് അതും കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ശിരോരേഖയെ കണ്ടത് ആ താഴത്ത് നിന്ന് പോയ ഒന്നാണ് കണ്ടത്. ഗണേഷ് പറഞ്ഞു ആ ശിരോരേഖ വന്നിട്ട് വ്യാഴനിൽ എത്തി, അവന്റെ കലാകാരനാണ് എന്ന് പറഞ്ഞു. ആ ശിരോരേഖ വന്നിട്ട് വ്യാഴന്റെ പകുതി വ്യാഴനിൽ കുറച്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് ബോൾഡ് ചെയ്ത് നോക്കിയാൽ, ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ചന്ദ്രമണ്ഡലത്തില് അതിന്റെ അരികിൽ വന്നിട്ടേ ഉള്ളൂ. മണ്ഡലം കഴിഞ്ഞു വരണം, മണ്ഡലം കഴിഞ്ഞു വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു കലാകാരനല്ല. ആ രേഖയുടെ അഗ്രം ബുധനിലേക്ക് വളഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത്, ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാമല്ലോ. ഈ പിക്ചറിൽ ഈ രേഖയെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഈ രേഖയെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് ശിരോരേഖയാണ്, ഇതും ശിരോരേഖയാണ്. ഇത് ഈ ശിരോരേഖ ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രാഥമിക വിദ്യാഭ്യാസം അയാൾക്ക് വഴിയിൽ അങ്ങ് അവസാനിച്ചു. വിദ്യയൊന്നും ഒരുപാട് നേടാൻ കഴിഞ്ഞ ആളല്ല ഇത്. ഒരു 10ാം ക്ലാസ്സോ പരമാവധി +2 വല്ലതും ഒക്കെ പോയിട്ട് വിദ്യ അവസാനിപ്പിച്ച ഒരു മനുഷ്യനായിരിക്കണം. അത് കഴിഞ്ഞിട്ട് അയാൾ നേടിയ വിദ്യയുണ്ട്. അതാണ് താഴത്ത് കാണുന്ന ശിരോരേഖ. അത് ജീവിതം അയാളെ പഠിപ്പിച്ചതാണ്. അപ്പൊ അയാൾ പിന്നെ ജീവിതത്തിൽ ഉപയോഗിച്ചത്, ജീവിതം അയാൾക്ക് കൊടുത്തൊരു വിദ്യയുണ്ട്, അനുഭവങ്ങൾ കൊണ്ടുള്ളൊരു വിദ്യ. ആ വിദ്യ കൊണ്ടാണ് അയാൾ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ഇതെല്ലാം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തതാണ്. അയാളുടെ എല്ലാ നേട്ടങ്ങളും ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തതാണ്. എന്താ കാര്യം എന്ന് കേട്ടാൽ, ഒന്ന്, അയാളുടെ ഭാഗ്യരേഖ തുടങ്ങിയിരിക്കുന്നത് ഏകദേശം കൈയുടെ മധ്യഭാഗത്ത് ആയുർരേഖയിൽ നിന്നാണ്. അപ്പൊ അയാളുടെ വയസ്സൊരു 10-25-28 വയസ്സിന് ശേഷം അയാൾ സൃഷ്ടിച്ചെടുത്തതാണ് അയാളുടെ ഈ സാമ്രാജ്യം മുഴുവൻ. അത് കഴിഞ്ഞിട്ട് ആ ആയുർരേഖ നോക്കുക. അത് ഏകദേശം ശൃംഖലിതമായിട്ട് ഏകദേശം മധ്യഭാഗം വരെ വരുന്നുണ്ട്. എന്നുവെച്ചാൽ ശിരോരേഖയ്ക്ക് താഴെ വരെ വരുന്നുണ്ട്. അപ്പൊ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് ആ മനുഷ്യനുണ്ട്. കാരണം തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞ ശൃംഖലിതമാണ്, പക്ഷെ ആ തുടക്കം കഴിഞ്ഞിട്ട് വീണ്ടും താഴെ ഏകദേശം ആയുർരേഖയുടെ മധ്യഭാഗം വരെ, ആയുർരേഖയുടെ ഏകദേശം മധ്യഭാഗം വരെ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ വരെ അയാളുടെ ആയുർരേഖയെ ശൃംഖലിതമാണ്. ഇവിടെ വരെ ശൃംഖലിതമാണ്. പക്ഷെ അതിന്റെ പുറകിൽ അയാൾക്കൊരു സപ്പോർട്ട് ലൈൻ ഉണ്ട്. അപ്പൊ സപ്പോർട്ട് ലൈൻ ഉള്ളതുകൊണ്ട് ഈ ആയുസ്സിന് ദോഷം വരില്ലെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അയാൾ ഫേസ് ചെയ്യേണ്ടി വരും, നന്നായിട്ട് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അയാൾക്ക് ആ ജീവന് അപകടം ഉണ്ടാകുക ഇല്ല. മറ്റൊന്ന്, അപ്പൊ വിദ്യ അത് വഴിയിൽ പോയി, പിന്നെ അയാൾ നേടിയത് ജീവിത അനുഭവം കൊണ്ടുള്ള വിദ്യയാണ്. വെറുതെ ശിരോരേഖ, അയാളുടെ ഹൃദയരേഖ ശനി മണ്ഡല വരെ ഉള്ളൂ, വ്യാനിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് സോർത്തൻ എന്ന പേര് കേൾക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരാളാണ് അയാൾ. ആദിത്യ മണ്ഡലം 3ാം വിരലിന്റെ ചുവട് ഭാഗം ആദിത്യൻ വളരെ കുഴിഞ്ഞായിരിക്കുന്നത്. അപ്പൊ അച്ഛനിൽ നിന്നോ പാരമ്പര്യമായിട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. അച്ഛനിൽ നിന്നും ഒന്നും കിട്ടിയില്ല. ഒരുപക്ഷെ അച്ഛനുണ്ടോ എന്ന് തന്നെ സംശയമായിരിക്കണം. പാരമ്പര്യമായിട്ടും അയാൾക്കൊന്നും കിട്ടിയിട്ടില്ല. ആ മണ്ഡലം കുഴിഞ്ഞങ്ങ് താന്നു പോയിരിക്കുക. ആദിത്യ രേഖയുണ്ട്. അയാൾക്കൊരു ആദിത്യ രേഖ ചൊവ്വാ മണ്ഡലത്തിൽ നിന്ന് വരുന്നുണ്ട്. ചെറുവിരലിന്റെ താഴെയുള്ള ചൊവ്വാ മണ്ഡലത്തിൽ നിന്ന്, അതായത് ഇവിടെ നിന്ന് ഒരു
ആദിത്യ രേഖ അയാൾക്ക് വരുന്നുണ്ട്. ചൊവ്വയിൽ നിന്ന് ആദിത്യ രേഖ വരുന്നത് വലിയ കുഴപ്പമില്ലാത്ത ഒന്നാണ്. അപ്പോൾ അത് അവിടെ നിന്ന് കൂടി ആദിത്യ രേഖ അയാൾക്ക് വരുന്നുണ്ട്. ബുധമണ്ഡലം കുഴപ്പമില്ല, ബിസിനസ് കൊണ്ട് അയാൾക്ക് അഭിവൃദ്ധിയിൽ എത്താൻ കഴിയുന്ന ഒരാളും കൂടെയാണ്. വ്യാഴനും കൊള്ളാം. അപ്പൊ ഇത് ഈ വിധത്തിൽ തന്നെയാണ് നിങ്ങൾ കൈ പഠിച്ചു തുടങ്ങേണ്ടത്. നിങ്ങളിപ്പം പഠിച്ചു തുടങ്ങിയ കുട്ടികൾ മാത്രമാണ്, പക്ഷെ നിങ്ങളുടെ പ്രകടനം വളരെ മികച്ചതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ്, സംശയം പറയുകയല്ല, പറഞ്ഞത് കോൺഫിഡൻ്റ് ആയിട്ട് അത് അങ്ങനെയാണ് എന്ന്. അത് ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും നമുക്ക് വേണം. അല്ല എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്, അത് അങ്ങനെ ആവാം, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയി പറഞ്ഞു. ഇത് ഈ ക്ലാസ്സിലിരിക്കുന്ന മറ്റുള്ളവരും ശ്രദ്ധിക്കുക. നിങ്ങളെ കൂടെ പഠിച്ചവരാണ്, അവരിപ്പോൾ ഇത് ചെയ്തു. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ലാൽമാഷ് ഉണ്ടോ? നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? അത് മാഷി തന്നെ അങ്ങ് ചെയ്യുക, ഓരോരുത്തരായിട്ടൊന്ന് നോക്കിയാ നമുക്ക്. ഓക്കെ, നമ്മളിപ്പോ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഇത് കോഴ്സ് അവസാനിക്കുകയാണ്. പിന്നെ നമുക്കൊരു പരീക്ഷ ഉണ്ടാവും, ഒരു 10 ദിവസത്തിനുള്ളിൽ പരീക്ഷ ഉണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ അറിയിക്കാം. പിന്നെ എല്ലാവർക്കും പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റും തരുന്നുണ്ട്. പിന്നെ നമ്മള് ഇപ്പം 10 പേരോ 11 പേരോ ഉള്ള 10 പേരാണെന്ന് തോന്നുന്നു, 10-11 പേരുള്ള ഒരു ഗ്രൂപ്പാണ്. പക്ഷെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ ഓരോരുത്തരായിട്ട് നമ്മുടെ ഈ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങളും എല്ലാം, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എല്ലാവരും ഓരോരുത്തരായിട്ട് പറയുക. വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്യുക. കാര്യം നമ്മളിത് പരസ്പരം ആരെയും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ഓരോരുത്തരായിട്ട് ചെറിയ നമ്മുടെ എവിടെയാണ് സ്ഥലം, പേര്, പിന്നെ കുടുംബ പശ്ചാത്തലം, പിന്നെ അതുപോലെ നിങ്ങളുടെ പ്രധാനമായിട്ട് ക്ലാസിന്റെ അഭിപ്രായങ്ങളൊന്ന് വിശദീകരിക്കുക. ഓക്കെ, തുടങ്ങാം. നമസ്കാരം സാറേ. എൻ്റെ പേര് ഗണേഷ് കമ്പത്ത്, ആലപ്പുഴയാണ് വീട്. ഞാൻ ജ്യോതിഷവും പൂജയൊക്കെ ആയിട്ട് പോകുന്നു. അങ്ങനെ ഇതായിപ്പോ. പിന്നെ ക്ലാസ്സൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ വലിയ ആഗ്രഹമായിരുന്നു ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹം. ബുക്കൊക്കെ വാങ്ങിച്ചു നോക്കി, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അത്യാവശ്യം മണ്ഡലങ്ങളും ഈ രേഖയും കുറിച്ചുള്ള നോളജ് ഉണ്ടായിരുന്നു, പക്ഷെ ബാക്കി ഇത് എങ്ങനെ പറയും എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ സാറിന്റെ നല്ല ആ ക്ലാസും ശിക്ഷണവും ഒക്കെ കൊണ്ട് ഏകദേശമൊക്കെ ഒന്ന് നമുക്കിതിനകത്തൊന്ന് നോക്കാനും പറയാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് വളരെ നന്ദി. അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു. അടുത്ത ആള് ജയൻ. മൈക്ക് ഓൺ ചെയ്യുക, വീഡിയോ ഓൺ ചെയ്യുക. കണ്ണൻ. അടുത്ത ഓരോരുത്തരോട്ട് പറഞ്ഞോ, ആരെങ്കിലും പറഞ്ഞോ, ഞാൻ വിളിക്കണമെന്നില്ല. നിങ്ങൾ 5 പേരല്ലേ ഉള്ളൂ. ആ മൈക്കിനെ കൂടി ഓണാക്ക്. കണ്ണാ മൈക്ക് ഓൺ അല്ല. പത്തനംതിട്ട ജില്ല റാന്നിയിലാണ് താമസം. KSFE വർക്ക് ചെയ്യുന്നത്. KSFE ജോലിയിലാണ്. ഡ്യൂട്ടിയിലായിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നാണ്. ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ സാറിന്റെ ക്ലാസ് വളരെ ഫീഡ്ബാക്ക് പറയണമെന്ന് പറഞ്ഞാണ്. നല്ല ക്ലാസ് ആയിരുന്നു. വളരെ നോട്ട്സ് എല്ലാം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയാ പോകുന്നത്. പിന്നെ വീട്ടിൽ പോയി ഒന്ന് വായിക്കുമ്പോഴത്തന്നെ ഒന്നുകൂടെ കിട്ടും. സാറ് പറഞ്ഞ നിരന്തരം വായിക്കുന്നുണ്ട് നോട്ട്സുകളെല്ലാം. പിന്നെ ഇടയ്ക്ക് ചില ക്ലാസ്സുകൾ ജോലിയുടെ ഇത് കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വീഡിയോ കറക്റ്റായിട്ട് ലാൽ സാർ അയച്ചു തരുന്നത് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ മികച്ച ക്ലാസ് ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ സാർ. ഓക്കെ, അടുത്ത ആള് വിജയൻ. മൈക്ക് കൂടെ ഓണാക്കാം സാർ.
നമസ്കാരം സാർ. എന്റെ പേര് വിജയൻ. ഞാൻ തൃശ്ശൂർ ചേലക്കരയിൽ നിന്നാണ് താമസം. ചേലക്കര എളനാട്. ഞാൻ വാസ്തു പഠിക്കുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ജ്യോതിഷം പഠിച്ച് കൺസ്ട്രക്ഷൻ വർക്കും കൂടി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യാൻ കുറവ് വന്നു. അതാണ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്റെ ഇടയിലാണ് ഇതിന്റെ ക്ലാസ് എല്ലാം കൂടി. എനിക്ക് ഇത് കിട്ടിയിരുന്നില്ല സാറ്. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടി വീഡിയോ മോഡൽസ് ഞാൻ കുറെ നോക്കി നോക്കി, പക്ഷെ എനിക്കത് ക്ലിയർ ആവുന്നില്ല. പ്രൈവറ്റ് വീഡിയോ എന്നാണ്ട് കാണിക്കാറിനെ അത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല ക്ലാസ്സാണ്, നല്ലതുണ്ട്. എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനത് അറ്റൻഡ് ചെയ്യാതിരുന്നത്. മാക്സിമം പഠിച്ചെടുക്കുന്നുണ്ട്. താങ്ക് യു സാർ. ഓക്കെ. അടുത്ത ആള്. നമസ്കാരം സാർ, ഞാൻ തൃശ്ശൂരാണ്. അമല ഹോസ്പിറ്റലിന്റെ അവിടെയാണ് വീട്. സാറിന്റെ ക്ലാസ് ഒക്കെ നല്ലതാണ്. പിന്നെ ലൈവായിട്ടുള്ള ഹാൻഡിന്റെ പിക്ചർ ഇട്ടിട്ട് കുറച്ചുകൂടി ഇത് കൊടുക്കണമെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആയി വരും സ്റ്റുഡൻസിന്. അത്രേ ഉള്ളൂ. ക്ലാസ് ഒക്കെ നല്ലതാണ്. റഷീദ് എന്ത് ചെയ്യുന്നു? ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ജ്യോതിഷം പിന്നെ പഠിച്ചിട്ടുണ്ട്, പ്രാക്ടീസിക്കൊന്നുമില്ല. അങ്ങനെയാണ്, വേറെ ഒന്നുമില്ല. നല്ല ക്ലാസ് ആണ്. താങ്ക് യു. താങ്ക് യു സാർ. ഇനി ഒരാൾ കൂടെ ഉള്ളു, ജയൻ. ജയൻ എന്താ ചെയ്യാ? ഒന്നും പറയാനില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി. സാറ് ക്ലാസ് തുടങ്ങുന്ന മുമ്പ് പറഞ്ഞായിരുന്നു ഞങ്ങൾക്കൊരു കൈ കിട്ടിയാൽ 10 ഫലമെങ്കിലും പറയാമെന്ന്. ഇപ്പൊ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ 10 അല്ല 50 ഫലം വരെ പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. കൊള്ളാലോ. നമ്മള് 10 ഫലമേ പറയാം, അത് പറഞ്ഞിട്ടുള്ളൂ നിങ്ങളോട്. പക്ഷെ നിങ്ങൾക്ക് അതിൽ കൊണ്ട് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും വേണം. എന്റെ റൂട്ട് ഏകദേശം കിട്ടിയിട്ടുണ്ട്. അതെ. പിന്നെ ഇതിന് ലളിതമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം ആദ്യത്തെ കൈ ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ കൈയുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ നോട്ട്സുമായിട്ട് നോക്കി ഓരോ പോയിന്റ് എഴുതിയിട്ട് അത് വെച്ചിട്ട് പിറ്റേ ദിവസം അയാളോട് ഫലം പറയുക ചെയ്യാം. പിന്നീട് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാതെ എല്ലാം അറിയാൻ പറ്റും. കുറെ കൈകൾ നിങ്ങൾക്ക് കെട്ടി ഇതുപോലെ ചെയ്യാൻ പറ്റി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിന്നീട് കാണാതെ ഓരോ ഫലങ്ങളും പെട്ടെന്ന് കൈ നോക്കിയിട്ട് പറയാൻ പറ്റും. ആദ്യം അതിനായിട്ട് ചിലപ്പം നോട്ട്സുമായിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ഒരാളുടെ ഒരു കൈ നോക്കിയിട്ട് നോട്ട്സ് വെച്ച് ഫലം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം കാണാതെ പഠിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തൽക്കാലം തുടക്കത്തില് നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. അത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എന്റെ ഒരു അഭിപ്രായമാണ് അത് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. പിന്നെ സാറിനോടും പ്രത്യേകം നന്ദി പറയണം. സാറ് എൻ്റെ ഗുരുനാഥനാണ്. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സാറിൻ്റെ അടുത്ത് ഹസ്തരേഖാശാസ്ത്രം പഠിക്കാൻ പോയ ആളാണ്. അതിനുശേഷം പിന്നെ സാറിനെ ഞാൻ വിളിച്ചു. അങ്ങനെ സാറിവിടെ വന്നു, നമുക്ക് പഠിപ്പിക്കാമെന്ന് തയ്യാറായി. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 5-6 ബാച്ച് ആയെന്ന് തോന്നുന്നു. അപ്പൊ ഇതിൻ്റെ പിന്നെ അതാണ് ഇത്. പിന്നെ നമ്മൾ നേരിട്ടൊന്നും ഇത് കണ്ടിട്ടില്ല. അപ്പം നമുക്ക് പലരും ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് നേരിട്ട് വന്നിട്ട് ഒരു ദിവസം ഒരു 1 ഡേ ക്ലാസ് ആയിട്ട് കുറച്ച് അറേഞ്ച്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാം. നമുക്ക് വേറെ പഴയ ബാച്ചുകാരെ എല്ലാവരെയും കൂടി ചേർത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം വേണമെങ്കിൽ ഒരു ദിവസം അറേഞ്ച് ചെയ്യാം. നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മളുടെ ഫസ്റ്റ് ഡേ ബാച്ചാണ്. അതെ, ബാക്കിയെല്ലാം നൈറ്റ് ബാച്ച് ആയിരുന്നു. ഇപ്പൊ ഇത് ഡെയിലി നമ്മൾ ചെയ്ത് തുടങ്ങിയ ഒരു ബാച്ചായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമുക്കൊന്ന് നിർത്താം. അപ്പം എല്ലാവരും പരീക്ഷയൊക്കെ എഴുതുക. പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം
ഗ്രൂപ്പിലിടാം. വളരെ ലളിതമായ ഒരു പരീക്ഷയാണ്. നിങ്ങൾക്ക് സമയമൊക്കെ എടുത്ത് ആലോചിച്ചൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ 1-2 കൈകളുടെ പടം തന്നിട്ട് അത് വെച്ചിട്ടുള്ള വിശകലനങ്ങൾ ചെയ്യുന്ന രീതിയിലായിരിക്കും പരീക്ഷ. അത് എല്ലാവരും എഴുതുക. പിന്നെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് അയച്ചു തരും. അതിന് ഒരു എക്സാം ഫീസൊക്കെ ഉണ്ടാവും. അത് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഗ്രൂപ്പിലിടാം. അതനുസരിച്ച് എല്ലാവരും ഫോളോ ചെയ്താൽ മതി. അപ്പം സാറിനോടും നന്ദി പറയുന്നു. പങ്കെടുത്ത എല്ലാവരോടും ഈ സ്ഥാപനത്തിന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറഞ്ഞു. നമുക്ക് ഇന്ന് നിർത്താം സാറേ. സാറിന്റെ മൈക്ക് ഓഫ് ആണ്. സാറിന് എന്തെങ്കിലും 2 വാക്ക് ഇവരോടൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. ഇത്രയും ശ്രമകരമായ ഒരു വർക്ക് ഒരു വീഴ്ചയും കൂടാതെ ക്രോഡീകരിച്ച് നടത്താൻ ലാൽ മാഷിന് കഴിഞ്ഞത് ഒരു വലിയ കാര്യമാണ്. ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾ ആലപ്പുഴയും തൃശ്ശൂരും ഒക്കെ ഉള്ള ആൾക്കാരെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് ഇങ്ങനെ ക്ലാസ്, അതും ഒരു ബ്രേക്കും ഇല്ലാതെ. സാധാരണ ഇങ്ങനെ ക്ലാസ്സുകൾക്കിടയിലൊക്കെ പലപ്പോഴും പല കാരണങ്ങളാൽ ബ്രേക്ക് ആവും. അങ്ങനെയൊന്നും വരാതെ വളരെ മികച്ച രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്ത് ടൈം ടേബിൾ ഇട്ട് കോർഡിനേറ്റ് ചെയ്ത് അത് വളരെ മികച്ച രീതിയിൽ ചെയ്ത താങ്കളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് നന്നായി, വളരെ മികച്ച രീതിയിലാണ് ചെയ്തത്. വളരെ മികച്ച രീതിയിൽ, ഭംഗി വാക്കല്ല. അത് ക്ലാസ്സിൽ ഇരുന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞു എൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ് ആയിക്കോട്ടെ, പക്ഷെ എങ്കിൽ പോലും വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് താങ്കൾ ചെയ്തത്. ഞാൻ പ്രത്യേകിച്ച് താങ്കളെ അതിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരും വളരെ നന്ദി. വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തു. നിങ്ങൾ നന്നായി പഠിക്കുകയും ചെയ്തു. അത് തുടർന്ന് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ ക്ലാസ്സിലേക്ക്, അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ അവരെ റെക്കമെൻഡ് ചെയ്യുക. അവരോട് പറയുക ഇങ്ങനൊരു ക്ലാസ് ഉണ്ട്, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരോട് ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സാർ.